കൂലി സിനിമയ്ക്ക് മേലുള്ള ആരാധകരുടെ പ്രതീക്ഷ വാനോളമാണ്. കേരളത്തിലും മികച്ച ബുക്കിംഗാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് കേരളത്തിൽ ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രം. രണ്ടാം സ്ഥാനത്ത് വിജയ് ചിത്രം ലിയോ ആണ്. ഈ റെക്കോർഡുകളെ കൂലി മറികടക്കുമോ എന്നാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ദളപതിയെ ലാലേട്ടൻ സിമ്പിളായി തൂക്കി. ലാലേട്ടനെ തലൈവർ ഒതുക്കുമോ എന്നാണ് ഇപ്പോഴുള്ള ചർച്ചാ വിഷയം. ബുക്കിംഗിൽ തരംഗം തീർത്ത് മുന്നേറുകയാണ് രജനി ചിത്രം കൂലി. മോഹൻലാൽ ചിത്രം എമ്പുരാൻ സ്വന്തമാക്കിയ റെക്കോർഡ് രജനീകാന്ത് ചിത്രം കൂലി തകർക്കുമോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. കൂലി സിനിമയ്ക്ക് മേലുള്ള ആരാധകരുടെ പ്രതീക്ഷ അത്രത്തോളമാണ്. കാരണം കേരളത്തിലും മികച്ച ബുക്കിംഗ് ആണ് ചിത്രത്തിന് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മോഹൻലാൽ നായകനായ എമ്പുരാനാണ് കേരളത്തിൽ ആദ്യ ദിനത്തിൽ ഏറ്റവും കൂടുതൽ പണം വാരിയ ചിത്രമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത്. രണ്ടാം സ്ഥാനത്ത് വിജയ് ചിത്രം ലിയോ ആണുള്ളത്. ഈ റെക്കോർഡുകളെ കൂലി മറികടക്കുമോ എന്നാണ് ഇപ്പോഴുള്ള സംശയവും. മണിക്കൂറിൽ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റുപോയ ഇന്ത്യൻ സിനിമയെന്ന നേട്ടവും എമ്പുരാൻ സ്വന്തമാക്കിയിരുന്നു. 96,000 ടിക്കറ്റുകളായിരുന്നു എമ്പുരാന്റേതായി അന്ന് വിറ്റുപോയത്. ഈ റെക്കോർഡ് കൂലി തകർക്കുമെന്നും സിനിമാ പ്രേമികൾക്കിടയിലും സിനിമാ ലോകത്തും ചില ചർച്ചകൾ പുകയുകയാണ്. എന്തായാലും ഈ വർഷത്തെ അധികം കളക്ഷൻ നേടുമെന്ന തെന്നിന്ത്യൻ ചിത്രമെന്ന പ്രതീക്ഷയോടെ റിലീസിനെത്തുകയാണ് കൂലി. കൂലി മറികടക്കേണ്ടത് മലയാളത്തിന്റെ എമ്പുരാന്റെ കളക്ഷൻ തന്നെയാണ്. കാരണം ഈ വർഷം വാനോളം പ്രതീക്ഷകളോടെ റിലീസിനെത്തിയ ഒട്ടുമിക്ക ബിഗ് ബജറ്റ് ചിത്രങ്ങളും, അതായത് തെന്നിന്ത്യൻ ചിത്രങ്ങളെല്ലാം തന്നെ ബോക്സ് ഓഫീസിൽ കൂപ്പുകുത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതോടെ ബോക്സ് ഓഫീസിൽ വൻ മുന്നേറ്റം നടത്തിയ മോഹൻലാൽ ചിത്രം ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതാണ് നാം കണ്ടത്. വേൾഡ് വൈഡായി 268 കോടി രൂപ കളക്ട് ചെയ്ത എമ്പുരാൻ മലയാളത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടുന്ന ചിത്രമെന്ന റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു. അതായത് ഇന്ത്യൻ സിനിമയിൽ ഈ വർഷം ഏറ്റവും അധികം കളക്ഷൻ സ്വന്തമാക്കിയ വിക്കി കൗശാലിന്റെ ചാവയ്ക്ക് തൊട്ടുപിന്നിൽ തന്നെ മോഹൻലാലിന്റെ എമ്പുരാനും സ്ഥാനമുറപ്പിച്ചു. ഒരു മലയാള ചിത്രം ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കുന്നതും ആദ്യമായാണ്. ശക്തമായ പ്രമേയങ്ങളുടെ പേരിൽ ദേശീയ തലത്തിൽ പ്രശംസകൾ നേടുന്ന മലയാള സിനിമ ഇൻഡസ്ട്രി വാണിജ്യതലത്തിൽ മുന്നേറ്റം നടത്തിയ വർഷം തന്നെയായിരുന്നു 2025. മോഹൻലാലിനെ തോൽപ്പിക്കാൻ 2025 മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് സിനിമാ ലോകം കണ്ടത്. പക്ഷേ കൂലി വരുന്നതോടുകൂടി ആ സ്ഥാനത്തിന് മാറ്റം വരുമോ ഇല്ലയോ എന്നാണ് ചർച്ചകൾ. ഗെയിം ചേഞ്ചർ, തഗ് ലൈഫ്, വിടാമുയർച്ചി, റെട്രോ തുടങ്ങിയ വമ്പൻ ചിത്രങ്ങളെല്ലാം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ ആരാധകർക്ക് നിരാശ മാത്രമായിരുന്നു സമ്മാനിച്ചതും ആരാധകർ മടങ്ങിപ്പോകുന്നതും നാം കണ്ടു. കൂട്ടത്തിൽ അജിത്തിന്റെ ഗുഡ് ബൈ അഗ്ലി മാത്രമാണ് ആരാധകർക്കിടയിൽ ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. മോഹൻലാലിന്റെ അതിഥിവേഷമടക്കം വമ്പൻ താരനിരയോടെ എത്തിയ കണ്ണപ്പയുടെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല. പക്ഷേ എമ്പുരാന് ശേഷം മോഹൻലാലിന്റെ തുടരും വലിയ വിജയമായി തന്നെ മാറുന്നത് മലയാള സിനിമ കണ്ടിരുന്നു. അതിനിടയിലാണ് ആരാധകർ കാത്തിരുന്ന 2025 ലോകേഷ് കനകരാജിന്റെ ചിത്രം കൂലി എത്തുന്നത്. സിനിമയ്ക്ക് മേലുള്ള ആരാധകരുടെ പ്രതീക്ഷയും വാനോളമാണ്. ഇപ്പോഴിതാ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ചൂടപ്പം പോലെയാണ് സിനിമയുടെ ടിക്കറ്റുകൾ വിറ്റുപോകുന്നത്. കേരളത്തിലും സിനിമയ്ക്ക് മികച്ച പ്രതികരണം ലഭിക്കുന്നുണ്ട്. 14.07 കോടിയാണ് എമ്പുരാൻ കേരളത്തിൽ നിന്ന് ഫസ്റ്റ് ഡേ സ്വന്തമാക്കിയത്. ലിയോ 12 കോടി നേടി. KGF 7 കോടി, ഒടിയൻ 7 കോടി, ബീസ്റ്റ് 6 കോടി തുടങ്ങിയ ചിത്രങ്ങളാണ് ഈ ലിസ്റ്റിൽ മറ്റു സ്ഥാനങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ നിന്ന് മാത്രം ഇതുവരെ 4 കോടിക്കടുത്താണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ കൂലി സ്വന്തമാക്കിയിരിക്കുന്നത്. കൂലിയുടെ ആദ്യ പ്രദർശനം ഇന്ത്യൻ സമയം പുലർച്ചെ 4:01 ആരംഭിക്കും. കേരളത്തിൽ രാവിലെ 6 മണി മുതലാണ് കൂലിയുടെ ഷോ ആരംഭിക്കുന്നത്. എന്തായാലും ഓഗസ്റ്റ് 14 ചിത്രം പുറത്തിറങ്ങുമ്പോൾ അറിയാം എമ്പുരാനെ രജനീകാന്ത് വെട്ടുമോ ഇല്ലയോ എന്ന്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.